നമസ്തേ. നട്ടെല്ലിനെ ചുറ്റിക്കിടക്കുന്ന ഈ സർപ്പ ഊർജം അല്ലെങ്കിൽ കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് മൂലാധാര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ് ഭൂരിപക്ഷം ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ബോധമണ്ഡലം വികസിക്കുന്ന സമയത്ത് ഭൗതിക സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് മറ്റു മാനങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിലാണ് അവർ മനസ്സിലാക്കുന്നത് ഓറ എന്ന് പറയുന്ന സംഗതിയുണ്ട്, ആത്മാവ് എന്ന് പറയുന്ന സംഗതിയുണ്ട്. ഓരോ മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് തന്നെയും കാണാൻ പറ്റാത്തതായിട്ടുള്ള ഒരുപാട് എനർജി സിസ്റ്റംസ് ഉണ്ട് എന്നുള്ള സത്യം മനസ്സിലാക്കുന്നത്. നമ്മുടെ ഭൗതിക മാനത്തിനപ്പുറത്തേക്ക് ആത്മീയ മാനവും മറ്റു ഡയമെൻഷൻസും ഉണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. യു ആർ നോട്ട് ജസ്റ്റ് ദ ലിമിറ്റഡ് ഫിസിക്കൽ ബീയിങ് എന്നുള്ള കൺസെപ്റ്റിനപ്പുറത്തേക്ക് യു ആർ ആൻ അൺലിമിറ്റഡ് സ്പിരിച്വൽ ബീയിങ് എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ്. നമ്മൾ അനന്തതയുടെ ആത്മാക്കളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അതിനനുസരിച്ചിട്ടുള്ള ശക്തിയും നമുക്കുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. ലോകത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനായിട്ട് ഇത്രയും ചെറുതായിരിക്കുന്നതായിട്ടുള്ള ഈ മനുഷ്യജന്മങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. മറ്റുള്ളവരുടെ ജീവിതത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യാനും സ്വയം ശാന്തിയിലും സമാധാനത്തിന്റെ പൂർത്തീകരണമായിട്ടുള്ള ജ്ഞാനോദയത്തിലും സമാധിയിലേക്കും എത്താനായിട്ടും സാധിക്കും എന്നുള്ള അത്രയും ഹൈ പൊട്ടൻഷ്യലും പോസിബിലിറ്റിയുള്ള ബീയിങ്സ് ആണ്, സ്പിരിച്വൽ ബീയിങ്സ് ആണ് നമ്മളെന്ന് മനസ്സിലാക്കുകയാണ്. നമ്മുടെ ഈ ജന്മത്തിന് മുൻപ് ജന്മങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആയിരിക്കുന്ന ജന്മം കഴിഞ്ഞ് ചിലപ്പോൾ വീണ്ടും ഈ ഭൂമിയിലേക്ക് വന്നേക്കാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ചിലപ്പോൾ നമ്മളൊരു സാധാരണ മനുഷ്യനപ്പുറത്തേക്ക് ഒരു ഫാളൻ ഏഞ്ചൽ ആണെന്ന് പോലും ചിലപ്പോൾ റിയലൈസ് ചെയ്തേക്കാം. എനർജി സിസ്റ്റം എന്ന് പറയുന്നത്, ആത്മീയ ലോകം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഫാന്റസി, അല്ലെങ്കിൽ ഭാവനകളുടേത് മാത്രമല്ല, അല്ലെങ്കിൽ കാൽപ്പനികതയുടേത് മാത്രമല്ല. ഇത് യാഥാർത്ഥ്യമാണ്. ആത്മീയ യാഥാർത്ഥ്യത്തിനെ ഉൾക്കൊള്ളണമെന്നുണ്ടെങ്കിൽ ഭൗതികമായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് 5 സെൻസ് കൊണ്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ദ 6th സെൻസ് എന്ന് പറയുന്ന സംഗതി ആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ടിരിക്കുന്നു. ഓരോ ചക്രങ്ങളെയും കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് ഈ എനർജി സിസ്റ്റം സബ് ചക്രങ്ങളും കൂടെ ചേർന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ ചുറ്റിനുമായിട്ടുള്ള ഓറ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു പ്രഭാവലയത്തിനപ്പുറത്തേക്ക് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണെന്നുള്ളതും, നമ്മളുടെ ശരീരത്തിന്റെ ഒരു എസൻസ് അല്ല ആത്മാവെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുകയാണ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ആത്മാവാകുന്ന ബ്ലൂ പ്രിന്റിൻ്റെതാകുന്നതായിട്ടുള്ള ഭൗതികമാനത്തിലുള്ളതായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ബോഡി എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. യുവർ ബോഡി ഈസ് ജസ്റ്റ് ആൻ എസൻസ്. ദ ഫിസിക്കൽ വേൾഡ് ഓർ ഫിസിക്കൽ റിയാലിറ്റി ഈസ് ആൻ എസൻസ് ഓഫ് ദ സ്പിരിച്വൽ ബ്ലൂ പ്രിന്റ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ആത്മീയ മാനങ്ങളിലുള്ള പ്ലാനിന്റെ ഒരു ആക്ച്വലൈസ്ഡ് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇങ്ങനെ അൺലിമിറ്റഡ് പൊട്ടൻഷ്യൽ ഉള്ള ഹ്യൂമൻ ബീയിങ് ആണ് ഞാനെന്നും നിങ്ങളെന്നും നിങ്ങൾ തിരിച്ചറിയുന്ന സമയത്ത് മരണം എന്ന് പറയുന്ന സംഗതിയെ പിന്നെ ഭയമില്ല എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്നതായിട്ടുള്ള ഹ്രസ്വമായിട്ടുള്ള കാലത്തിനെ ഒരു വിഗ്രഹ വീക്ഷണത്തിലൂടെ നോക്കുന്ന സമയത്ത് എന്ത് കാര്യങ്ങളാണ് എനിക്ക് ചെയ്യാനായിട്ടുള്ളത് എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുകയാണ്. ജന്മം, പൂർവജന്മം, ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഇൻസൈറ്റ് ലഭിക്കുന്ന സമയത്ത് ഈ ജന്മത്തിന്റെ കർമ്മം എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയാണ്. ദെൻ വി ലെറ്റ് ഓപ്പൺ ഔർസെൽവ്സ് ടു ദ സ്പിരിച്വൽ വേൾഡ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് സ്പിരിച്വൽ ബീയിങ്സും എനർജീസും നമ്മളിലൂടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാര്യവും പേഴ്സണൽ, സ്പിരിച്വൽ ആൻഡ് ഫിസിക്കൽ, അതുപോലെ തന്നെ സൊസൈറ്റിയൽ ആയിട്ടുള്ളതുമായിട്ടുള്ള അപ്ലിഫ്റ്റ്മെന്റ് അവിടെ സാധ്യമാവുകയാണ്. ആത്മീയമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും ചുറ്റിനുള്ള ആളുകൾക്കും കൂടി ഉയർച്ചയും ഗുണകരം ആകുന്ന അവസ്ഥയിൽ എത്തുന്ന രീതിയിൽ നമുക്ക് റൈസിങ് ഉണ്ടാവുകയാണ്. അതാണ് കുണ്ടലിനി ശക്തിയുടെ ഒരു മഹത്വം എന്ന് പറയുന്നത്. എവറിത്തിങ് ഈസ് ദിസ് കുണ്ടലിനി ശക്തി. കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു ബ്ലൂ പ്രിന്റിന്റെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഫോമാണ്. ഓരോ മനുഷ്യന്റെ ചക്രങ്ങളും യുണീക്കാണ്. ഓരോ മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള അവസ്ഥകൾ യുണീക്കാണ്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഈ സ്പിരിച്വൽ ആയിട്ടുള്ള അവസ്ഥകൾ അതിനേക്കാളും ഹൈലി യുണീക്ക് ആൻഡ് കോംപ്ലിക്കേറ്റഡ് ആണ്. ബിക്കോസ് അതാണ് നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അതാണ് നമ്മുടെ പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള രഹസ്യങ്ങളുടെ ശൃംഖല എന്ന് പറയുന്നത്. നമ്മൾ അതിനെ അവെയർ ആകുന്ന സമയത്ത് നമുക്ക് എതിലെയാണ് അതിനോട് കണക്ട് ആകാനായിട്ട് സാധിക്കുക? ഉപബോധ മനസ്സ് വഴിയാണ് നമ്മൾ അതിലേക്ക് കണക്ട് ആകുക എന്നുള്ളതാണ്. അങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ഡീപ്പർ ലെവലുകളെ കുറിച്ച് നമുക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുകയാണ്. കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന സെർപ്പന്റ് പവർ മൂലാധാര ചക്രത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അവസ്ഥയുണ്ട് എന്ന് ഒരുത്തൻ തിരിച്ചറിയുന്ന സമയത്ത് പിന്നീട് അവന്റെ ആഗ്രഹം എന്ന് പറയുന്നത് ഇതിനെ ഉണർത്തുക എന്നുള്ളതായിരിക്കും.
അതിനായിട്ട് നമ്മളെ സഹായിക്കുന്നത് പ്രാണ ഊർജത്തിന്റെ ഫ്ലോ നമ്മുടെ ശരീരത്തിലൂടെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ യോഗ ക്രിയകളിലൂടെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ദിസ് വിൽ ഹാപ്പൻ കോൺഷ്യസ്ലി, അറിവോടുകൂടി ചില സമയത്ത് നടക്കും. ചില ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്പിരിച്വൽ കോൾ ഉണ്ടെങ്കിൽ, മുൻപുള്ള വീഡിയോകളിൽ സൂചിപ്പിച്ചതുപോലെ അതാത് സാഹചര്യങ്ങളിൽ നമ്മൾ എത്തിപ്പെടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് കുണ്ടലിനി ശക്തി നമ്മളിൽ പതിയെ അവയക്കാകും എന്നുള്ളതാണ്. കുണ്ടലിനി ശക്തിയുടെ അവയക്കനിങ് അല്ലെങ്കിൽ ഉണർവ് എന്ന് പറയുന്നതും കുണ്ടലിനി ശക്തിയുടെ റൈസിങ് അല്ലെങ്കിൽ ഉയർച്ച എന്ന് പറയുന്നതും ബോത്ത് ആർ ഡിഫറെന്റ് തിങ്. രണ്ടും രണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. കുണ്ടലിനി ശക്തി നമ്മുടെ മൂലാധാര ചക്രത്തിൽ നിന്ന് അല്പമായിട്ട് നമ്മൾ ഓറയെ കുറിച്ചും പ്രാണ ഊർജത്തിനെ കുറിച്ചും അല്ലെങ്കിൽ യോഗയിൽ കൂടിയോ നമ്മൾ ഈ എനർജി ഫീൽഡുമായിട്ട് ഇൻ ടച്ചായിട്ട് വരുന്ന സമയത്ത്, ഞാനെന്ന് പറയുന്ന വ്യക്തി എൻ്റെ ആത്മാവുമായിട്ട് ടച്ചായി വരുന്ന സമയത്ത് ഞാൻ തിരിച്ചറിയുകയാണ്, ദാറ്റ് സോൾ ഈസ് പവർഫുൾ ദാൻ മീ. അതെന്റെ സാധാരണ സെൽഫല്ല, അതെന്റെ ഐഡിയൽ സെൽഫാണ്, അതെന്റെ ഹയർ സെൽഫാണ്, അത് ദൈവത്തിന്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് പോലെയാണ്. ദാറ്റ് ഈസ് ഹൈലി കണക്റ്റഡ് വിത്ത് ഗോഡ്. നമ്മൾ ചിലപ്പോൾ അതിനെ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് വിശേഷിപ്പിക്കാനും സാധ്യതയുണ്ട്. കാരണം സ്നേഹത്തിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ അവിടെ ഞാനും നീയുമില്ല, നമ്മൾ ഒന്നാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ദിസ് വൺനെസ് എന്ന് പറയുന്നതാണ് ഐ എന്ന് പറയുന്നത്. അതിനെയാണ് ഐ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. അതിനെയാണ് ഐ ആം എന്ന് പറയുന്നത്. സോ ഗോഡ് ഈസ് ഓൺലി വൺ. ഒരു എനർജി മാത്രമാണുള്ളത്. ആ എനർജിയുടെ പല രൂപത്തിലുള്ള മാനിഫെസ്റ്റേഷൻസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ എനർജി മനുഷ്യന്റെ ഉള്ളിലൂടെ വന്ന് പല രൂപത്തിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അങ്ങനെയാണ് മനുഷ്യൻ പലവിധ ദൈവങ്ങളെ ഉണ്ടാക്കിയത്. തീർച്ചയായിട്ടും നമ്മൾ അറിയുന്നതായിട്ടുള്ള എനർജി എന്ന് പറയുന്നത് ഏതെങ്കിലും മതബിംബങ്ങൾ അല്ലെങ്കിൽ മതങ്ങൾ പഠിപ്പിച്ചതായിട്ടുള്ള ദൈവരൂപത്തിനപ്പുറത്തേക്ക് അതൊരു രൂപങ്ങൾക്കപ്പുറത്തുള്ള ഒരു അവസ്ഥ തന്നെയാണ്. അത് നമ്മുടെ സാധാരണ രീതിയിലുള്ള ലോജിക്കൽ ബ്രെയിനിന് അപ്പുറത്തുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഈ ദൈവിക അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോൺഷ്യസ് തിങ്കിങ്ങിന്റെ കപ്പാസിറ്റിക്ക് ബിയോണ്ട് ആയിട്ടുള്ള അവസ്ഥയാണ്. യു കനോട്ട് മേക്ക് നോളജ് ഔട്ട് ഓഫ് ഗോഡ് എന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ദൈവത്തിനെ കുറിച്ച് അധികം അറിവുകൾ സമ്പാദിക്കാനായിട്ട് സാധിക്കുകയില്ല. ബട്ട് യു ക്യാൻ ഡിസോൾവ് യുവർ സെൽഫ് ടു ഗോഡ്. ദൈവത്തിനെ കുറിച്ച് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്ത്, നമ്മുടെ എക്സിസ്റ്റൻസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത്, ഈച്ച് ആൻഡ് എവറി മൊമെന്റിനെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുന്ന സമയത്ത് നമ്മൾ പ്രസന്റിൽ ജീവിക്കുകയാണ്. യു ആർ കംപ്ലീറ്റ്ലി മൈൻഡ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുകയാണ്. ജീവിതത്തിന്റെ പർപ്പസ് റിയലൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. മറ്റുള്ള ആളുകളിലല്ല നമ്മുടെ സന്തോഷമുള്ളത്. കഴിഞ്ഞുപോയ ഭൂതകാലം നമ്മളെ വീണ്ടും അലട്ടുന്നില്ല. ഒരു പുതിയ നിങ്ങൾ ഇവിടെ റീബർത്ത് ചെയ്യുകയാണ് വെൻ യു റിയലൈസ് യുവർ സ്പിരിച്വൽ കപ്പാസിറ്റി ആൻഡ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്ന അവസ്ഥയിലുള്ളപ്പോൾ. ഇങ്ങനെയുള്ള ഒരു ഊർജം അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെന്നറിയുമ്പോൾ വി ആർ ഓൾവേസ്, നമ്മൾ എപ്പോഴും സർവൈവ് ചെയ്യാനായിട്ട് സ്ട്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിജയിക്കാനായിട്ടും ഉയരാനായിട്ടും വളരാനായിട്ടും നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള ശക്തിയെ പുറത്തെടുത്തുകൊണ്ട് അത് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അവസ്ഥയിൽ എത്തണമെന്ന് എല്ലാ മനുഷ്യന്മാരും ആഗ്രഹിക്കുകയാണ്. ഒരു നിരീശ്വരവാദി ആയാലും ഒരു കള്ളനായാലും ഒരു ക്രിമിനൽ ആയാലും എന്ത് രീതിയിലുള്ള ഒരു മനുഷ്യനായിട്ടുണ്ടെങ്കിലും അങ്ങനെ ആഗ്രഹിക്കുകയാണ്. ഏറ്റവും എൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഹയർ സെൽഫിന്റെ സ്റ്റേജിലേക്ക് എത്തണമെന്നുള്ളത്. എനർജീസ് കറക്റ്റായിട്ട് എങ്ങനെ ഫ്ലോ ചെയ്യിപ്പിക്കാനായിട്ട് സാധിക്കും? യോഗ നമ്മളെ സഹായിക്കും. ഒരു യോഗയിലൂടെ മാത്രമാണ് അത് സാധിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. മെഡിറ്റേഷൻ നമ്മളെ സഹായിക്കും. ഏതെങ്കിലും തരത്തിലുള്ള ഹിമാലയൻ മെഡിറ്റേഷനോ മറ്റു മെഡിറ്റേഷനോ ചെയ്താൽ മാത്രമാണ് അത് സാധിക്കുക എന്നുള്ളത് ഞാൻ പറയുന്നില്ല. കാരണം ഓരോ മനുഷ്യനും യുണീക്കാണ്. ഓരോ മനുഷ്യനും ഏത് ചക്രത്തിന്റെ എനർജിയിൽ ജീവിക്കണം എന്നുള്ളതിന് ഏകദേശ രീതിയിലുള്ള ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്. അതിനെ വീണ്ടും വീണ്ടും മെച്ചപ്പെടുത്താനായിട്ട് നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ കർമ്മത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് മറ്റു മനുഷ്യരെ വിട്ടുകൊണ്ട് സമാധിയിലേക്ക് പോകുന്ന കാലഘട്ടം കഴിഞ്ഞു. കാരണം ഇത് കലിയുഗമാണ്. കലിയുഗത്തിൽ ശക്തനായവൻ അശക്തനായവനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതുണ്ട്. ശക്തിയുള്ളവൻ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്നുള്ളതാണ്. അതിനുള്ളിലെ നീതിമാന്മാരാണ് കലിയുഗത്തിലും മനുഷ്യരാശിയുടെ അവസാനത്തെ പോസിറ്റീവായിട്ടുള്ള അവസ്ഥയെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ജന്മങ്ങൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആളുകൾ അവതാരങ്ങൾ പോലെ കാലാകാലങ്ങളിൽ ജനിച്ചുകൊണ്ടിരിക്കും. അവർ മനുഷ്യരെ ലിബറേഷൻ എന്താണെന്നാണ് ശരിക്കും പറഞ്ഞാൽ പഠിപ്പിക്കുന്നത്. പക്ഷെ അവർ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ തെറ്റായിട്ട് വ്യാഖ്യാനിച്ച് മനുഷ്യൻ അവന്റെ ലോജിക്കിന്റെ പരിധിയിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ആത്മീയത ചുരുങ്ങി ചുരുങ്ങി മതമായിട്ട് മാറുന്നതും അത് പിന്നീട് മതമായിട്ട് മാറുന്നതും. അങ്ങനെ ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കുണ്ടലിനി ശക്തിയെ റൈസ് ചെയ്യുക, ദ പൊട്ടൻഷ്യൽ വിത്തിൻ യു എന്ന് പറയുന്നതിനെ അവയേക്ക് ചെയ്യുക എന്നുള്ളത്
ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ഓർ റെസ്പോൺസിബിലിറ്റി. നിങ്ങളുടെ ജീവിതത്തിനെ അപ്ലിഫ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് യുവർ ഡ്യൂട്ടി ഓർ യുവർ റെസ്പോൺസിബിലിറ്റി. ബിക്കോസ് ദൈവം നമ്മളെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത് ബുദ്ധി തന്നിട്ടാണ്, ഇഷ്ടങ്ങൾ തന്നിട്ടാണ്, ആഗ്രഹങ്ങൾ തന്നിട്ടാണ്, സ്വപ്നങ്ങൾ തന്നിട്ടാണ്. ഇതൊക്കെ നമ്മുടെ ആത്മാവ് നമ്മുടെ അബോധ മനസ്സിലൂടെ നമ്മുടെ ബോധ മനസ്സിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് മെസ്സേജസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ അതിനെ ലിസൺ ചെയ്യണം. നമുക്ക് ഏതാണ് വൃത്തിയായിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. അതിനുശേഷം നമ്മൾ അതിന്റെ അവസ്ഥയിലേക്ക് എത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്താണ് ദൈവത്തിനെ നമ്മൾ പിന്തുടരുന്നത്. ദൈവം നമ്മുടെ ഉള്ളിൽ കൂടെ തന്നെയാണ് സന്ദേശം തരുന്നത്. ഏതെങ്കിലും ഒരു മത നേതാവിന്റെ ഉള്ളിൽ കൂടെ അല്ല നിന്റെ ജീവിതത്തിന് വേണ്ട സന്ദേശം നിനക്ക് തരുന്നത്. ഏതെങ്കിലും ഒരു ഗുരുവിന്റെ തലയിൽ തൊട്ടുള്ള അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് മാത്രമല്ല നീ രക്ഷപ്പെടുന്നത്. നിന്റെ ഉള്ളിൽ തന്നെ ദൈവം നിക്ഷേപിച്ച ആ സംഗതിയെ നിനക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നുണ്ടോ? നിന്റെ താല്പര്യം പൊടിതട്ടിയെടുക്കാനായിട്ട് നിനക്ക് സാധിക്കുന്നുണ്ടോ? കുണ്ടലിനി ശക്തി എന്ന് പറയുന്ന സമയത്ത് പല രീതിയിലുള്ള പ്രാണായാമത്തിലൂടെ നമുക്ക് ഇതിനെ ഉയർത്താനായിട്ട് സാധിക്കും. ബട്ട് നമ്മുടെ ഈ ശക്തി ഏത് രീതിയിലാണെങ്കിലും ഒരുവനിൽ സ്വാഭാവികമായിട്ട് ഉണരണമെന്നാണെങ്കിൽ അത് ഉണരും. ഒരുവൻ അവൻ്റെതായിട്ടുള്ള ആത്മീയ വിദ്യകൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് സ്പിരിച്വൽ ടെക്നിക്സിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രോസസ്സിൽ കൂടെ പോയിക്കൊണ്ട് ഉണർത്തണമെന്നുള്ളതാണെങ്കിൽ അവന്റെ ജന്മത്തിൽ അതും സംഭവിക്കും. എന്ത് തന്നെ ആയാലും നിങ്ങളുടെ ഇനിഷ്യേറ്റീവിനായാലും ഓർ ഇഫ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ഇറ്റ് സെൽഫ്, ഒരു ഗ്ലോബൽ സ്പിരിച്വൽ ഷിഫ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ, ഗ്ലോബൽ എന്ന് പറയാൻ സാധിക്കില്ല, ഒരു യൂണിവേഴ്സൽ സ്പിരിച്വൽ ഷിഫ്റ്റ് നടക്കുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് ഇനി ഒരുപാട് ആളുകൾ എൻലൈറ്റൻഡ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. സ്പിരിച്വലി കൂടുതൽ റൈസ് ആയിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ബോധമണ്ഡലം കൂടുതൽ വികസിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ആകുന്ന സമയത്ത് കുണ്ടലിനി അറൈസിങ് ഇതിന്റെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ള ഒരു സംഗതിയാണ്. കുണ്ടലിനി ശക്തി ഉണരുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് തിരിച്ചറിയാനായിട്ട് സാധിക്കുക? ഒന്നാമത്തെ, നമുക്ക് ഫിസിക്കലായിട്ട് എന്തൊക്കെയാണ് സാധാരണ ആളുകളിൽ കുണ്ടലിനി അവേക്കനിങ് അല്ലെങ്കിൽ റൈസിങ് നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇത് സയന്റിഫിക് ആയിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് സയൻസിന്റെ സ്കോപ്പിന് അപ്പുറത്താണ് എന്നുള്ളതും കൂടെ ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഞാനായാലും ആരായാലും പറയുന്ന കാര്യങ്ങൾ അന്ധമായിട്ട് വിശ്വസിച്ച് അതേപടി എടുത്ത് വിഴുങ്ങുക എന്നുള്ളതിലല്ല. നിങ്ങളുടെ ഉള്ളിലെ ഫിൽട്ടർ സിസ്റ്റം വെച്ച് നിങ്ങൾക്ക് വേണ്ടതിനെ റിസീവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഈ റിസീവ് ചെയ്യുന്ന സമയത്ത് വേറൊരുത്തൻ പഠിപ്പിച്ചു തന്ന തത്വത്തിൽ അധിഷ്ഠിതമായിട്ട് ഫിൽട്ടർ വെക്കാനല്ല പറയുന്നത്. നിന്റെ ആത്മാവിന്റെ ഫിൽട്ടറാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യനായിട്ട് പിറന്ന അവതാരങ്ങളുടെയോ പ്രവാചകന്മാരുടെയോ ഗുരുക്കന്മാരുടെയോ ഫിൽട്ടർ അല്ല ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ പഠിപ്പിച്ച ഫിൽട്ടർ അല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ആത്മാവിന്റെ ഫിൽട്ടർ അത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, നിങ്ങൾ അതിന് അനുവദിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ്. നമുക്ക് ആദ്യമായിട്ട് കുണ്ടലിനി ശക്തിയുമായിട്ട് ഇൻ കോണ്ടാക്ട് വരുന്ന സമയത്ത് ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാകുന്നത് ഒരു ഹീറ്റാണ്, ചൂടായിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഈ ചൂടെന്ന് പറയുന്നത് ചിലപ്പോൾ മൂലാധാര ചക്രത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. ചിലപ്പോൾ സ്പൈനിലാകെ ഒരു ഹീറ്റ് സെൻസേഷൻ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെങ്കിൽ പ്രാണിക് എനർജിയെ സെൻസ് ചെയ്യാനായിട്ട് കൈകൾ ഇങ്ങനെ വെക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിൽ ചൂട് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇങ്ങനെ ഒരു വാംത്, ദൈവികമായിട്ടുള്ള ഒരു വാംതാണ് നമുക്ക് അവിടെ ഫീൽ ചെയ്യുന്നത്. ഒരു അമ്മ പക്ഷിയുടെ അടിയിൽ അതിന്റെ കുഞ്ഞുങ്ങൾ ഇരിക്കുന്ന സമയത്ത് അതിന് ലഭിക്കുന്നതായിട്ടുള്ള പരസ്പരം കൈമാറുന്നതായിട്ടുള്ള ഒരു വാംത് വിത്ത് ദ സ്പിരിച്വൽ വേൾഡ് ഓർ വിത്ത് ദ ഹയർ സെൽഫ് ഓർ വിത്ത് ഗോഡ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുകയാണ് എന്നുള്ളതാണ്. വൺസ് നമ്മൾ അവർ വിളിക്കുന്ന സമയത്ത് വിളി കേൾക്കുകയാണ്. ആര്? ദ സ്പിരിച്വൽ വേൾഡ് നമ്മളെ വിളിക്കുന്ന സമയത്ത്, നമ്മൾ വിളി കേൾക്കുന്ന സമയത്ത് ദേ വിൽ കമ്മ്യൂണിക്കേറ്റ് മോർ, അവർ കൂടുതൽ നമ്മളോട് സംസാരിക്കും എന്നുള്ളതാണ്. നമുക്ക് നോർമൽ ആയിട്ടുള്ള ഒരു ഭൗതിക ജീവിതം നയിച്ചുകൊണ്ട് ഉന്നതമായിട്ടുള്ള വിജയത്തിലേക്ക് പോവുക, സമൃദ്ധിയും വളർച്ചയും ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തിക ലക്ഷ്യം. അല്ലാതെ എന്തെങ്കിലും രീതിയിൽ എക്സ്റ്റസി ഉണ്ടായിക്കൊണ്ട് ഏതെങ്കിലും പ്രസ്ഥാനങ്ങളുടെയോ ഗുരുക്കന്മാരുടെയോ അടിമയായിട്ടിരിക്കാനുള്ള ഒരു അവസ്ഥയല്ല കുണ്ടലിനി റൈസിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണ്ടത്ര ഒരുക്കമില്ലാതെ ഒരു ഗുരു വന്ന് നിന്റെ നെറ്റിയിൽ തൊട്ടാലൊന്നും കുണ്ടലിനി ശക്തി അവയേക്കാവുകയില്ല. ഇറ്റ് ഈസ് ഹാപ്പനിങ് വിത്തിൻ എന്നുള്ളതാണ്. ഒരു മുട്ട പുറത്തുനിന്ന് പൊട്ടിച്ചാലും അതിന്റെ കുഞ്ഞ് സ്വാഭാവികമായിട്ട് വിരിഞ്ഞു വന്നാലുള്ള വ്യത്യാസം ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെയാണ് കുണ്ടലിനി ശക്തി എന്ന് പറയുന്നത്. നമ്മൾ തന്നെയാണ് ഇതിനെ അവയേക്ക് ചെയ്യിപ്പിക്കേണ്ടത്. എങ്ങനെ അവയേക്ക് ചെയ്യിക്കാനായിട്ട് സാധിക്കും? കർമ്മത്തിലൂടെ നമുക്ക് അവയേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സ്പിരിച്വൽ പ്രാക്ടീസസിലൂടെ നമുക്ക് അവയേക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ആ വിഷയങ്ങളിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഇനി നമുക്കുണ്ടാകുന്ന അടുത്തൊരു അനുഭവം എന്താണ് എന്നുള്ളത് നോക്കാം. ഈ എനർജി സെൻസേഷൻസ്, ഹീറ്റ്, അല്ലെങ്കിൽ ചിലപ്പോൾ വികർഷണം, ആകർഷണം, തണുപ്പ്, അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള വൈബ്രേഷൻ, എന്ത് തന്നെയാണ് ഫീൽ ചെയ്യുന്നതെങ്കിലും അടുത്ത ഒരു അവസ്ഥ എന്ന് പറയുന്നത് യു ആർ മൂവിങ് ടു യോഗിക് പോസ്റ്റേഴ്സ് എന്നുള്ളതാണ്. ബിക്കോസ് വൺസ് ആത്മീയ ലോകം അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജിയുടെ ഫ്ലോ നമ്മളിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോഡി അതിനെ റിസീവ് ചെയ്യാൻ ക്യാപ്പബിൾ ആകേണ്ട അവസ്ഥയുണ്ട്.
ഓരോരുത്തരുടെ ബോഡിയുടെ ലെവൽ ഓരോ രീതിയിലായിരിക്കും. പ്രോബബ്ലി നമ്മളുടെ ബോഡി വെൽ ക്യാപ്പബിൾ ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ദ ടൈം എന്നുണ്ടെങ്കിൽ ഈ എനർജി നമ്മളിലേക്ക് വരുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണ്. അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിക്ക് എങ്ങനെയാണ് ഇത് വരുന്ന സമയത്ത് റിസീവ് ചെയ്യാൻ സാധിക്കുക? ഒരു ഗസ്റ്റ് വീട്ടിൽ വരുമ്പോൾ നമ്മൾ ഇങ്ങനെ കൈകൊണ്ട് പറഞ്ഞ് വന്നിരിക്കൂ എന്ന് പറയാറുണ്ട്. നമ്മൾ ചില ആളുകളുടെ അടുത്ത് ചിലപ്പോൾ കരങ്ങൾ കൂപ്പി നിൽക്കാറുണ്ട്. ചില ആളുകളെ കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് നമ്മൾ റിസീവ് ചെയ്യാറുണ്ട്. ചില ആളുകളെ നമ്മൾ കെട്ടിപ്പിടിക്കാറുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള അവസ്ഥകളിലാണ് നമ്മൾ ആളുകളെ സ്വീകരിക്കുന്നത്. ലൈക്ക് ദാറ്റ് ഈ ഒരു ആത്മീയ ഊർജം നമ്മളിലേക്ക് വരുന്ന സമയത്തും നമ്മൾ അതിനെ റിസീവ് ചെയ്യാനായിട്ട് നമ്മുടെ ബോഡി പല രീതിയിലുള്ള പോസ്ചറുകളിലേക്ക് പോകുന്നതാണ്. യോഗ ക്രിയകൾ അല്ലെങ്കിൽ യോഗിക് ലൈക്ക് പോസ്റ്റേഴ്സിലേക്കാണ് പ്രോബബ്ലി നമ്മൾ മൂവ് ചെയ്യുക എന്നുള്ളത്. മുൻപുള്ള വീഡിയോയിൽ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പ്രാണിക് എനർജി സെൻസ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നു. വൺസ് ഈ എനർജി സെൻസ് ചെയ്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അതിൽ 90% ആൾക്കാരും വിജയത്തിലേക്ക് പോകും. വളരെ കുറഞ്ഞൊരു ന്യൂനപക്ഷം മാത്രമേ ഈ സ്പിരിച്വൽ എനർജിനെ റിയലൈസ് ചെയ്തിട്ടും ജീവിതത്തിൽ പരാജയപ്പെടുകയുള്ളൂ. അപ്പൊ അങ്ങനെ ആയിരിക്കുന്ന സമയത്ത് വൺസ് ഈ എനർജിയെ നിങ്ങൾ റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ബിറ്റ്വീൻ പാം ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ തന്നെ ആത്മീയമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇപ്പോഴും ഒരു നോർമൽ ലൈഫാണ് നയിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ, ഈ സ്പിരിച്വൽ ആയിട്ടുള്ള അവസ്ഥയ്ക്കും എക്സ്ട്രീം ആയിട്ടുള്ള മതചിന്തകൾക്കും തൊട്ടടുത്തായിട്ട് ഒരു ലൈനുണ്ട്, നോർമാലിറ്റിയുടെ അബ്നോർമാലിറ്റിയുടെ ലൈന്. ആ ലൈൻ ഭേദിച്ച് ചിലർ അബ്നോർമൽ അവസ്ഥയിലേക്ക് പോകാറുണ്ട്. നോർമാലിറ്റിയുടെ അവസ്ഥയിൽ നിന്നുകൊണ്ട് വേണം ഇതിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ. സോ നമ്മുടെ ശരീരം അതിനനുസരിച്ച് ഹെൽത്തി ആയിരിക്കണം. സോ യോഗിക് ലൈക്ക് പോസ്റ്റേഴ്സിലേക്കൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് എനർജിയുടെ ഫ്രീ ആയിട്ടുള്ള ഫ്ലോ അനുവദിക്കുന്ന രീതിയിൽ നമ്മുടെ ബോഡി മാറി മാറി കൊടുക്കുമ്പോഴാണ് യോഗ ഉണ്ടായി വരുന്നത്. യൂണിയൻ വിത്ത് മൈൻഡ് ആൻഡ് ബോഡി എന്നാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ബട്ട് യൂണിയൻ വിത്ത് സ്പിരിച്വൽ എനർജി ആൻഡ് ബോഡി എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ള പറച്ചിൽ എന്ന് പറയുന്നത്. പ്രാണനും ശരീരവും തമ്മിലുള്ള ഒരു യൂണിയൻ ഉണ്ടാവുകയാണ്. പ്രാണയുടെ ഹയർ ഫ്ലോ ഉള്ളിലേക്ക് വരുന്ന സമയത്ത്, നമ്മുടെ ഉള്ളിലെ പ്രാണനുമായിട്ട് അത് കണക്ട് ആകുന്ന സമയത്ത് ദെൻ യു ആർ എ ബിഗ് ബീയിങ് എന്നുള്ളതാണ്. നിങ്ങളുടെ ബോഡി അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി ഹാൻഡിൽ ചെയ്യാനുള്ള നിങ്ങളുടെ മനസ്സിന്റെ കപ്പാസിറ്റി ഒക്കെ വർദ്ധിക്കുകയാണ്. ഇമോഷണൽ വേലിയേറ്റങ്ങൾ ചില സമയത്ത് നമുക്ക് ഈ അവസരങ്ങളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നെഗറ്റീവും പോസിറ്റീവും ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. മുൻപ് വിശദീകരിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന വീഡിയോയിൽ വിശദീകരിക്കാനും ശ്രമിക്കാം കൂടുതൽ ഡീപ്പായിട്ട്. നമുക്ക് അടുത്ത ലക്ഷണം എന്താണ് എന്നുള്ളത് നോക്കാം. നെക്സ്റ്റ് ഈസ് അബൌട്ട് പ്രഷർ ഇൻ ഹെഡ് ആണ്. ചില ആളുകൾക്ക് തലയ്ക്കൊരു തുറവി കിട്ടണം, അല്ലെങ്കിൽ ബിറ്റ്വീൻ ഈ തേടയുടെ ഈ ഒരു പോർഷനിലായിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പുള്ളിങ് ഫീൽ ചെയ്യും. എന്തോ ഒന്ന് മുകളിലേക്ക് പോയി ഓപ്പൺ ആകാനായിട്ട് ശ്രമിക്കുന്നു, എന്തോ ഒന്ന് റിലീസ് ആകേണ്ടതായിട്ടുണ്ട് എന്നൊക്കെയുള്ള തോന്നലുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് ഈ കുണ്ടലിനി ശക്തി പതിയെ അറൈസ് ചെയ്ത് വരുന്ന സമയത്ത് അല്ലെങ്കിൽ അവേക്കൻ ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങളാണ്. ഹെഡിൽ പ്രഷർ വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ ഒരു തലവേദന പോലെ ഫീൽ ചെയ്യും. അതൊരു മെഡിക്കൽ കണ്ടീഷൻ ആണോ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ആണോ എന്നത് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? മെഡിക്കൽ കണ്ടീഷൻ ആണെങ്കിൽ ഇത് ഫ്രീക്വന്റ് ആയിട്ട് വരും, നമ്മുടെ ജീവിതത്തിനെ താഴേക്ക് ബുദ്ധിമുട്ടിലേക്ക് കൊണ്ടുപോകും. ഒരു സ്പിരിച്വൽ അവസ്ഥയാണെങ്കിൽ ദാറ്റ് ഈസ് ടെമ്പററി. ബുദ്ധിമുട്ടുകൾ സ്പിരിച്വാലിറ്റിയിൽ ടെമ്പററി ആണ്. പിന്നീട് അത് നിങ്ങൾക്ക് ഉയർന്ന ക്രിയേറ്റിവിറ്റി, ഉയർന്ന പെർഫോമൻസ്, നല്ലതായിട്ടുള്ള ബന്ധങ്ങൾ, ഇതിലേക്കൊക്കെ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുകയാണ്. ഒരുപാട് പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് വളർന്നു വരാൻ ബുദ്ധിമുട്ടിയ ഒരു ചെടി പുറത്തേക്ക് വരുമ്പോൾ ഒരു സുഖം ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ കുണ്ടലിനി ശക്തി നമ്മളിൽ സ്പിരിച്വൽ ബേസിൽ വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അതുപോലെ തന്നെ ആ സമയത്ത് ശരീരത്തിൻ്റെതായിട്ടുള്ള അവസ്ഥയും ആത്മീയ അവസ്ഥയും തിരിച്ചറിയേണ്ടത് നമ്മുടെ തന്നെ ഉത്തരവാദിത്വമാണ്. അതുപോലെ തന്നെ കുണ്ടലിനി റൈസിംഗ് നടക്കുമ്പോൾ നമുക്ക് അടുത്തതായിട്ടുണ്ടാകുന്ന ഒരു ശാരീരിക പ്രത്യേകതയാണ് നമ്മുടെ ബ്രീത്തിങ്ങിന്റെ ആ ഒരു താളം മാറുമെന്നുള്ളത്. ചിലപ്പോൾ നമ്മൾ ഷോർട്ട് ബ്രീത്ത്സ് ഫ്രീക്വന്റ് ആയിട്ട് എടുക്കുന്ന രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നമ്മളുടെ ബ്രീത്ത് വളരെയധികം ഡീപ്പായിട്ട് എടുത്തിട്ട് എക്സൈൽ ചെയ്യുന്നതായിട്ടുള്ള അവസ്ഥയിലായിരിക്കും. പ്രാണായാമ ലൈക്കായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാവുകയാണ്. ഓക്സിജൻ ഫ്ലോ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആവശ്യം വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യത എന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള ദാഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രമേഹമുള്ള ആൾക്കാർക്ക് അമിതമായിട്ടുള്ള ദാഹം വരും. പക്ഷേ സ്പിരിച്വൽ എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് വരുന്ന ദാഹം എന്ന് പറയുന്നത് അത് ആത്മാവിന്റെയും കൂടി ദാഹമാണ്. സോ കൂടുതൽ വെള്ളം കുടിക്കുക, ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കുക, പഴവർഗ്ഗങ്ങൾ കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ മാംസാദികളുടെ അല്ലെങ്കിൽ മത്സ്യമാംസാദികളുടെ നമ്മളെ ശരീരം ഓട്ടോമാറ്റിക്കലി നമ്മൾ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റിലേക്ക് വരുന്ന സമയത്ത് റിജക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. കാരണം ഞാൻ ഏതെങ്കിലും ഒരു രീതിയിലുള്ള ഒരു സസ്യബുക്കോ മാംസബുക്കോ ആയിട്ടുള്ള ഒരാളായിരുന്നില്ല. ബട്ട് സെർട്ടൈൻ ടൈം പീരീഡിൽ നമുക്ക് ഇതിനോടുള്ള താല്പര്യം കംപ്ലീറ്റ്ലി പോയിട്ട് നമ്മളുടെ ഈ പറയുന്ന ഭക്ഷണ രീതികളിലേക്കുള്ള നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു പുതിയ മനുഷ്യനെ പോലെ ഷിഫ്റ്റ് ആകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ബിക്കോസ് യുവർ സബ് കോൺഷ്യസ് സക്സീഡഡ് ഇൻ ലിസണിങ് ടു യുവർ ബോഡി എന്നുള്ളതാണ്. സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങളുടെ ശരീരത്തിനെ കൂടുതൽ ലിസൺ ചെയ്യാനായിട്ട് തുടങ്ങി. വാട്ട് ഈസ് നീഡഡ് ഫോർ യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തിന് എന്താണ് ആവശ്യം, എന്താണ് ശരീരത്തിന് കുറവ്, എന്താണ് അതിൽ കൂടുതലുള്ളത്,
അങ്ങനെയുള്ള രീതിയിൽ ഭക്ഷണ ക്രമീകരണം നടത്താനായിട്ട് ബോധമനസ്സിലേക്ക് ഇത് തള്ളിച്ചകൾ കൊണ്ടുവരികയാണ്. അത് നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളും രുചിയുമായിട്ട് മാറുകയാണ്. ഇനിയുള്ളത് ഇമോഷണൽ ബേസിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇന്റൻസ് ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. കുണ്ടലിനി ശക്തി അറൈസ് ആയിട്ട് വരുന്ന സമയത്ത്, അവൈക്കനിങ് നടക്കുന്ന സമയത്ത് ചില ആളുകൾക്ക് ഭയങ്കര ഹാപ്പിനെസ് ഫീൽ ചെയ്യും, ഭയങ്കരമായിട്ടുള്ള ഡിപ്രസീവ് തോട്ട്സ് ചിലപ്പോൾ വരും, ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ വരും. അങ്ങനെ നെഗറ്റീവ് ഷെയ്ഡിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് നമ്മൾ അതിനെ ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ എന്നാണ് വിളിക്കുന്നത്. എന്നാൽ അതേസമയം നല്ല രീതിയിലുള്ള എൻലൈറ്റൻഡ് ആയിട്ടുള്ള ഇല്യൂമിനേറ്റഡ് ആയിട്ടുള്ള അവസ്ഥകൾ നമുക്ക് ഉണ്ടാകുന്നുള്ളതാണ്. എന്നാൽ മാനസിക രോഗങ്ങളിൽ ചിലതിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. അതായത് ഡിപ്രഷൻ സ്റ്റേജ്, മാനിയാക് സ്റ്റേജ്, ഡിപ്രഷൻ സ്റ്റേജ്, ഇത്തരത്തിൽ പല രീതിയിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സിന്റെ സൈൻ ആൻഡ് സിംറ്റമായിട്ട് കാണാനായിട്ട് സാധിക്കും. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സ്പിരിച്വൽ എക്സ്പീരിയൻസ്, നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിന്റെ കൺട്രോൾ ലൂസ് ആകുന്നില്ല, നിങ്ങൾ പ്രതി നിങ്ങളുടെ ചുറ്റിനുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല, നിങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഫീലിങ്സ് ആർ ടെമ്പററി ആണ് എന്നുള്ളതാണ്. എന്നാൽ നിങ്ങൾക്ക് പിന്നീട് കിട്ടുന്നതായിട്ടുള്ള ഹാപ്പിനെസ്സും പീസ് എന്ന് പറയുന്ന, സമാധാനം എന്ന് പറയുന്ന സംഗതിയും പെർമനന്റ് ആണ് എന്നുള്ളതാണ്. ദിസ് ഈസ് ദ ഡിഫറൻസ്. ഇങ്ങനെയാണ് നമുക്ക് ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. നിങ്ങളുടെ ആത്മീയ അനുഭവങ്ങളെ ആരെങ്കിലും മാനസിക പ്രശ്നങ്ങളായിട്ട് പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ബട്ട് മറ്റുള്ളവരെ അത് ബുദ്ധിമുട്ടിക്കുന്നുണ്ടെങ്കിൽ അത് പ്രശ്നമാണ്. അവിടെ ഒരു മനഃശാസ്ത്രത്തിന്റെ സപ്പോർട്ട്, സഹായവും തീർച്ചയായിട്ടും ആവശ്യമാണ്. പക്ഷെ ആത്മീയ അനുഭവങ്ങളും മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ ഇതിന് മുൻപുള്ള വീഡിയോകളിൽ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ലോട്ട് ഓഫ് ഫർദർ ഇൻഫർമേഷൻ അവൈലബിളും ആണ്. നിങ്ങൾക്ക് കൂടുതൽ ഗവേഷണം നടത്താവുന്നതാണ്. എന്ത് തന്നെയാണ് സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർച്ചയാണ് റിസൾട്ട് എന്ന് പറയുന്നത്, പരാജയമാണ് അല്ലാത്ത അവസ്ഥകളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും മാനസികവുമായിട്ടുള്ള പരാജയങ്ങൾ, ബന്ധങ്ങളിലുള്ള പരാജയങ്ങൾ, ഇതൊക്കെ സ്പിരിച്വൽ ഗ്രോത്ത് അല്ലാതെ ഉണ്ടാകുന്ന അനുഭവങ്ങളിൽ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇങ്ങനെ ഇമോഷൻസിന്റെ വേലിയേറ്റ ഇറക്കങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഭൂതകാലത്തുണ്ടായതായിട്ടുള്ള പാസ്റ്റ് ട്രോമാസ്, കെട്ടുപാടുകൾ, മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഉണക്കപ്പെടാത്തതായിട്ടുള്ള മുറിവുകൾ, ഇതൊക്കെ അറൈസിങ് അല്ലെങ്കിൽ അവൈക്കനിങ് ഓഫ് ദ കുണ്ടലിനിയുടെ സമയത്ത് ഹീല് ചെയ്യപ്പെടും എന്നുള്ളതാണ്. പല കാര്യങ്ങളും റിലീസായി പോകുന്നുള്ളതാണ്. പാസ്റ്റിലുണ്ടായിരുന്ന നിങ്ങളെ ഉടച്ചു വാർക്കുകയാണ് ഇവിടെ പ്രപഞ്ചം ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് അബൌട്ട് വിഷൻ, പ്രകാശത്തിനോടുള്ള സെൻസിറ്റിവിറ്റി, അമിതമായിട്ടുള്ള ശബ്ദത്തിനോടുള്ള സെൻസിറ്റിവിറ്റി, നിങ്ങളുടെ സ്കിന്നിന്റെ സെൻസിറ്റിവിറ്റി വർദ്ധിക്കുകയാണ്, മണങ്ങളോടുള്ള സെൻസിറ്റിവിറ്റി വർദ്ധിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പല രീതിയിലുള്ള സെൻസേഷൻസ് ഭയങ്കര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുകയാണ്. എന്താ സംഭവിക്കുന്നത്? ബോധമണ്ഡലത്തിന് വളരെ ശക്തമായിട്ടുള്ള ഒരു ഷിഫ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ബോധമണ്ഡലം ഒന്നുകൂടെ വികസിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ വളരെ ഡീപ്പായിട്ട്, ഇന്റൻസ് ആയിട്ട്, സബ്റ്റിലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോലും നിങ്ങളുടെ ആത്മാവ് എർത്ത് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. ബിക്കോസ് ഇതിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള എനർജിയിലേക്ക് നിങ്ങളുടെ ആത്മാവ് ട്യൂണിൻ ആയതുകൊണ്ട് കാര്യങ്ങളെ നിങ്ങൾ കൂടുതൽ ഡീപ്പ്, കൂടുതൽ ഇന്റൻസ് ആയിട്ട് മനസ്സിലാക്കുകയാണ്. ഇനി മെന്റൽ ആൻഡ് ഈഗോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നടക്കുന്നത് എക്സ്പാൻഡഡ് അവയർനെസ് ആണ്. കുണ്ടലിനി ശക്തി ഓരോ പടികൾ മുന്നോട്ട് കയറുന്ന, മുകളിലേക്ക് കയറുന്ന സമയത്തും, അല്ലെങ്കിൽ നമ്മളുടെ എനർജി ചക്രാസ് ഓരോന്നും ആക്ടിവേറ്റ് ആയിട്ട് ബാലൻസ്ഡ് ആവുന്നു ആദ്യം, പിന്നീട് ആക്ടിവേറ്റ് ആകുന്നു, പിന്നീട് ഓപ്പൺ ആയി ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത്, ഈ എനർജിയുടെ ഈ അപ്ലിഫ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷിഫ്റ്റ് നടക്കുന്ന സമയത്ത് നമ്മുടെ അവയർനെസ് എന്ന് പറയുന്നത് എക്സ്പാൻഡഡ് ആവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെൻസേഷന്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങളുടെ നോളജ് ലെവല് വളരെയധികം വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ സ്പിരിച്വൽ നോളജ് അല്ലെങ്കിൽ വിസ്ഡം വളരെയധികം വർദ്ധിക്കുകയാണ്. നിങ്ങളുടെ സംസാരത്തിന്റെ ശക്തി വളരെയധികം വർദ്ധിക്കുകയാണ്. കൂടുതൽ ആളുകളെ നിങ്ങൾക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നിങ്ങൾ ഒരു ഇറസിസ്റ്റിബിൾ ആയിട്ടുള്ള പേഴ്സൺ ആയിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് കൂടുതൽ ഇമ്പാക്റ്റ് ലോകത്തിന് കൊടുക്കാനായിട്ട് സാധിക്കുകയാണ്. നിങ്ങളുടെ കർമ്മം കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ചെയ്യാനായിട്ട് സാധിക്കുകയാണ്. നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളും അതിശക്തമായിട്ട് ഡീപ്പായിട്ടുള്ളതായിട്ട് മാറുകയാണ്. അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങളിൽ നിന്ന് തെറിച്ചു പോവുകയാണ്. കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ സോളിനെ സെർവ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയും, നിങ്ങളുടെ സോളിനെ നോ ലോങ്ങർ സെർവ് എന്ന് പറയുന്ന അവസ്ഥയിൽ സെർവ് ചെയ്യേണ്ടാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു? കർമ്മയോഗി എന്നുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തുകയാണ്. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന അവസ്ഥയിൽ മൂലാധാര ചക്രത്തിന്റെ ഊർജം ബാലൻസ് ആയാൽ തന്നെ നമുക്ക് കിടപ്പാടമായി, നമുക്ക് വെള്ളമായി, വൈദ്യുതിയായി, വായുവായി, ജലമായി, ഭൗതിക സാഹചര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തി എന്നുള്ളതാണ്. അവിടെ നിന്ന് വീണ്ടും എനർജി ഉയരുമ്പോൾ
ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധന്റെ ജീവിതത്തിലേക്ക് തന്നെ നോക്കൂ. എല്ലാം ഉണ്ടായിട്ട് ജനിച്ച വ്യക്തിയാണ്. ബിക്കോസ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താണ്? അദ്ദേഹത്തിന്റെ മൂലാധാര ചക്രം ഓൾറെഡി പ്രോഗ്രാംഡ് ആയിട്ട് തന്നെ ആക്ടിവേറ്റഡ് ആയിരുന്നു എന്നുള്ളതാണ്. ആ ജന്മത്തിന്റെ പ്രത്യേകതയാണത്. അതിനുശേഷം സ്വാധിഷ്ഠാന ചക്രത്തിലേക്ക് വരുന്ന സമയത്ത് പല കാര്യങ്ങളെ ഡീപ്പായിട്ട് നമ്മൾ എൻജോയ് ചെയ്യുകയാണ്. ഇപ്പോ ഒരുപാട് ആളുകൾ എൻജോയ്മെന്റിന്റെ സ്റ്റേജിൽ ലോക്കായിട്ട് കിടക്കുന്നവരുണ്ടാവും. അവിടെ നിന്ന് ഉണരൂ, മുകളിലേക്ക് പോകൂ എന്നുള്ളതാണ് ഈ ഒരു കലിയുഗത്തിലെ ഒരു മെസ്സഞ്ചർ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. സ്വാധിഷ്ഠാന ചക്രത്തിൽ നിന്ന് മണിപ്പൂരിക ചക്രത്തിലേക്ക് എത്തി നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം നല്ല രീതിയിൽ മീനിങ്ഫുൾ ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലോകത്തിന് ഒരു ഇമ്പാക്ട് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് മേജർ ആയിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ, എലോൺ മസ്കിനെ പോലുള്ള വ്യക്തികൾ അവരുടെ ഊർജം ഏത് ലെവലിലേക്കാണ് എത്തിയിരിക്കുന്നത് എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ. നിക്കോളാസ് ടെസ്ലയെ പോലുള്ള വ്യക്തികൾ, ഫേമസ് ആയിട്ടുള്ള സയന്റിസ്റ്റുകളുടെ ഊർജം എവിടെയാണ് എത്തിയിരിക്കുന്നത്? മനുഷ്യ സ്നേഹികളുടെ ഊർജം എവിടെയാണ് എത്തിയിരിക്കുന്നത്? ഫ്രോഡുകളുടെ ഊർജം എവിടെയാണ് എത്തിയിരിക്കുന്നത്? നമ്മൾ വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഓരോ ചക്രത്തിൽ ഏത് ലെവലിലാണ് ഈച്ച് ആൻഡ് എവരി വൺ ഊർജം എത്തിയിരിക്കുന്നത് എന്നുള്ളത് അവരുടെ വ്യക്തിത്വം അനുസരിച്ച് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ഒരു പക്ഷെ വായിച്ചു കഴിഞ്ഞാൽ ഈ അറിവ് കിട്ടില്ല. വായനയും ഇൻസൈറ്റും കൂടെ ചേരുന്ന സമയത്താണ്, അതായത് നമ്മുടെ പുറത്തുള്ള ഭൗതിക ലോകത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ വഴി സ്വായത്തമാക്കുന്നതായിട്ടുള്ള അറിവുകളും ആത്മീയമായിട്ടുള്ള ബ്ലെൻഡിങ്ങും കൂടെ നടക്കുന്ന സമയത്താണ് നമുക്ക് ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എക്സ്പാൻഡഡ് അവയർനെസ്സിനോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന ഒരു കാര്യമാണ് വിവിഡായിട്ടുള്ള സ്വപ്നങ്ങൾ എന്ന് പറയുന്നത്. സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഡ്രീംസ് ആൻഡ് വിഷൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ആത്മാവ് കാണിച്ചു തരുന്നതായിട്ടുള്ള ലോകം. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി നമ്മുടെ കമന്റിലൂടെ സംസാരിക്കുകയുണ്ടായി. ഒരു അപകടത്തെ തുടർന്ന് നിയർ ഡെത്ത് എക്സ്പീരിയൻസിൽ കൂടെ കടന്നുപോയ സമയത്ത് ആരോ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ, മനോഹരമായിട്ടുള്ള പൂന്തോട്ടത്തിലൂടെ കാവൽ മാലാഖമാർ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ പോലും മരണപ്പെടുന്ന സമയത്ത് കരങ്ങൾ ചിരിച്ചുകൊണ്ട് ഉയർത്തിയ കാഴ്ചകൾ. എന്താണ് അവർ കാണുന്നത്? അനദർ വേൾഡിലേക്കുള്ള ഒരു കണക്ഷൻ ആണ് അവിടെ കിട്ടുന്നത് എന്നുള്ളതാണ്. ഡ്രീംസ് ആൻഡ് വിഷൻസിൽ കൂടെ തന്നെയാണ് തീർച്ചയായിട്ടും സ്പിരിറ്റ് വേൾഡ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന അൺറിസോൾവ്ഡ് ആയിട്ടുള്ള ട്രോമാസ്, നമ്മുടെ ആഗ്രഹങ്ങള്, നമ്മുടെ ഭയങ്ങള്, നമ്മുടെ ആസക്തികള്, നമ്മുടെ ആൻസൈറ്റീസ്, ഇതെല്ലാം നമ്മൾ ചിലപ്പോൾ സ്വപ്നത്തിലൂടെ കാണാനുള്ള സാധ്യതയുണ്ട്. ബട്ട് ബിയോണ്ട് ദാറ്റ് യു ക്യാൻ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദീസ് മെന്റൽ ഡ്രീംസ് ആൻഡ് സ്പിരിച്വൽ ഡ്രീംസ് എന്നുള്ളത്. അതിന് നിങ്ങളുടെ ഉള്ളിൽ ഇൻസൈറ്റ് വർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, എനർജി റൈസ് ചെയ്യേണ്ടിയിരിക്കുന്നു, ബോധമണ്ഡലം വികസിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ സഹായമില്ലാതെ തന്നെ നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശകലനം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ള ഭാവത്തിൽ നിന്നുള്ള ഡിറ്റാച്ച്മെന്റ് ആണ്. ഞാനിപ്പോൾ ഓരോ വ്യക്തികളോട് സംസാരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ചില വ്യക്തികൾ പറയും ഒരിക്കലും അഹങ്കരിക്കരുത് എന്നുള്ളത്. ഞാൻ ചോദിക്കും എന്തുകൊണ്ട്, എന്തിനു വേണ്ടി ഞാൻ അഹങ്കരിക്കണം? ചിലപ്പോൾ എൻ്റെ സംസാരത്തിലെ ടോൺ, എൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ടുള്ള ആത്മവിശ്വാസമായിരിക്കും, ആ ടോണായിരിക്കും അവർക്ക് അഹങ്കാരമായിട്ട് മിസ്ഇന്റർപ്രട്ട് ചെയ്യപ്പെട്ടതായിട്ടുണ്ടാകുന്നത്. ആത്മവിശ്വാസത്തോടു കൂടി ഒരുവൻ സംസാരിക്കുന്ന സമയത്ത് ചില സമയത്ത് അത് അഹങ്കാരമായിട്ട് അതിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ വരുന്ന സമയത്ത് നമ്മൾ മിസ്ഇന്റർപ്രട്ട് ചെയ്ത് പോകും എന്നുള്ളതാണ്. ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ എന്താണ് നിങ്ങളോട് ഡെലിവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അഹങ്കാരമല്ല, ശരീരത്തിനെ നമുക്ക് ജയിച്ചു കഴിയുന്ന സമയത്ത് ശരീരം ഇത്രയേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. വി ആർ അൺലിമിറ്റഡ് ബീയിങ്സ്. നമ്മൾ കാലാന്തരമായിട്ടുള്ള ആത്മാക്കളാണ്. നമ്മളിവിടെ പലതവണ വന്നിട്ടുണ്ട്, ഇനി പോകും, ചിലപ്പോൾ തിരിച്ചു വരികയും ചെയ്യും. വി ആർ മെസ്സഞ്ചേഴ്സ് ഓഫ് ഗോഡ്, ലൈറ്റ് ബീയിങ്സ് എന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്കൊരു സ്റ്റേജിൽ ലഭിക്കുകയാണ്. കേവല മനുഷ്യൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഞാനൊരു ആത്മാവാണ്, മനുഷ്യ ശരീരത്തിനേക്കാൾ പ്രധാനമായി എന്ന് തിരിച്ചറിയുന്ന സമയത്ത് എൻ്റെതായിട്ടുള്ള കർമ്മം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് പെർസീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്നതായിട്ടുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള സംഗതിയായിരിക്കും. ആത്മവിശ്വാസം, ഭയമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്ന സമയത്ത് മരണത്തിനെ ഭയം വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയിലെ ആരെ എന്തിനെയാണ് നമ്മൾ ഭയപ്പെടേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ മുന്നോട്ട് വെക്കേണ്ടതായിട്ട് വരും. സോ കോൺഫിഡൻസ് എന്ന് പറയുന്ന അവസ്ഥ നമുക്കുണ്ടാകുന്ന സമയത്ത് നമ്മുടെ ഈഗോ ഡിറ്റാച്ച്മെന്റ്, നമ്മുടെ തന്നെ ശരീരത്തിനോടുള്ള നമ്മുടെ ഞാനെന്നുള്ള ഭാവം മാറുന്ന സമയത്ത്, ഞാനെന്നുള്ള ഭാവം അല്ലെങ്കിൽ ഈഗോ എന്നോ ഉരുകി ഒലിച്ചിറങ്ങിപ്പോയതാണ്. കൊല്ലന്റെ ഉലയിലെ തീ കത്തുന്നത് പോലുള്ള അവസ്ഥയിലൂടെ നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും കടന്നു പോകുന്ന സമയത്ത്, ഈ ഇരുമ്പ് വെസലിനുള്ളിലേക്ക് ദൈവികമായിട്ടുള്ള ഊർജം ഇറങ്ങുന്ന സമയത്ത് ഈഗോ എന്ന് പറയുന്ന സംഗതി പാടെ ഇല്ലാണ്ടായി മാറുകയാണ്. ദെൻ വാട്ട് ഈസ് ടോക്കിംഗ് ത്രൂ യു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ സ്പിരിറ്റ് വേൾഡ് ഈസ് ടോക്കിംഗ് ത്രൂ യു എന്ന് പറയാനായിട്ട് സാധിക്കും. ദ ഹയർ സെൽഫ് ആണ് നമ്മളിൽ കൂടെ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ
നമ്മുടെ വാക്കുകൾ, നമ്മളുടെ സാന്നിധ്യം എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ബീയിങ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കുകയും അവർ ഓടി അകലുകയും ചെയ്യുമെന്നുള്ളതാണ്. ബട്ട് പോസിറ്റീവായിട്ടുള്ള വളർച്ചയെ കാക്ഷിക്കുന്നതായിട്ടുള്ള വ്യക്തികൾ എന്ത് ചെയ്യും? അവര് കൂടുതൽ കൂടുതൽ അടുത്തേക്ക് വരാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ രണ്ട് കൂട്ടരോടും നമ്മൾക്ക് ആദ്യം പറഞ്ഞ കൂട്ടരോട് വിരോധവുമില്ല, രണ്ടാമത് പറഞ്ഞ കൂട്ടരോട് അറ്റാച്ച്മെന്റുമില്ല. വി ആർ ഡിറ്റാച്ച്ഡ് ബീയിങ്സ് എന്നുള്ളതാണ്. വി വിൽ സ്പീക്ക്, വി വിൽ ഡു അവർ കർമ്മ ഹിയർ. നമ്മൾ കാര്യങ്ങൾ പറയുന്നു, നമ്മുടെ അറിവുകൾ പറയുന്നു, നമ്മുടെ കർമ്മം ചെയ്യുന്നു. എനിക്കും ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും ഓരോ കർമ്മമുണ്ട്. ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. ഞാനെന്നുള്ളത് ഒരു മനുഷ്യൻ, ഞാനെന്നുള്ളത് നീ തന്നെയാണ്. ഇങ്ങനെ ഒരു കർമ്മം നമ്മൾ റിയലൈസ് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കവിടെ അറ്റാച്ച്മെന്റുകൾക്ക് അപ്പുറത്തേക്ക് കർമ്മത്തിനാണ് പ്രാധാന്യം എന്നുള്ളത് തിരിച്ചറിയുകയാണ്. വി ഫൈൻഡ് ദ ഫിസിക്കൽ വേൾഡ് അൺറിയൽ എന്നുള്ളതാണ്. ഫിസിക്കൽ വേൾഡിന് അപ്പുറത്തുള്ള മാനങ്ങളാണ് യാഥാർത്ഥ്യം എന്ന് തിരിച്ചറിയുകയാണ്. ഇത് സ്വപ്നത്തിലുള്ള ജീവിതമല്ല. സാധാരണ മനുഷ്യബുദ്ധിക്ക് അപ്പുറമുള്ള ബോധമണ്ഡല വികാസത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന, അതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന ഈ എക്സ്പാൻഡഡ് അവയർനെസ് ആണ്, ഡീപ്പായിട്ടുള്ള അവബോധമാണ്. നെഗറ്റീവായിട്ടുള്ള പ്രതിസന്ധികളെയും ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോൾ ഒക്കെ കടന്നു പോകുന്ന സമയത്ത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ബ്ലിസ്ഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. ഹാപ്പിനെസ്സിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് എനർജി ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. അൺലിമിറ്റഡ് പോസിറ്റിവിറ്റി ഉള്ള അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കും. ചില ആളുകളൊക്കെ, ചില യോഗികളൊക്കെ അസുഖം വന്ന് മരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് കേൾക്കാം. വലിയ യോഗി ആയിരുന്നല്ലോ, വലിയ സ്പിരിച്വലിസ്റ്റ് ആയിരുന്നല്ലോ, എന്നിട്ടും എന്താ ഈ ആയുസ് നീട്ടാൻ പറ്റാഞ്ഞത്? യോഗികൾ മരിക്കുന്നത് അവരുടെ കർമ്മം തീർത്തിട്ട് ഇവിടുന്ന് പോകുന്നതാണ് സുഹൃത്തുക്കളെ. അവരുടെ ആത്മാവ് ശരീരത്തിന് ഉപേക്ഷിച്ച് പോകുന്നതാണ് അവരുടെ കർമ്മത്തിന്റെ സമയം കഴിയുന്ന സമയത്ത്. അവർ ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ പുനർജനിച്ചിട്ടും ഉണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള അവസ്ഥകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ അൺലിമിറ്റഡ് ബീയിങ്സ് ആണ് എന്നുള്ള തിരിച്ചറിവ് നമ്മളിലൂടെ ദൈവത്തിനെ സംസാരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിലൂടെ ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള അവസരം കൊടുക്കുന്ന സമയത്ത് ലിമിറ്റഡ് ബീയിങ്സിന് അത് വലിയ പ്രശ്നമായിട്ട് തോന്നുകയാണ്. അൺലിമിറ്റഡ് ബീയിങ്സ് അതിന്റെ ബെനിഫിറ്റ് കിട്ടുകയുമാണ്. കുണ്ടലിനി അവേക്കനിങ് അല്ലെങ്കിൽ അറൈസിങ് നടക്കുന്ന സമയത്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് സിദ്ധികൾ നമുക്ക് ലഭിക്കുകയാണ്. ക്രിയേറ്റിവിറ്റിയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. നമ്മുടെ കർമ്മം കൃത്യമായിട്ട് ചെയ്യണമെങ്കിൽ അതിനെ സഹായിക്കുന്ന ഫ്യൂവലാണ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. സർഗസൃഷ്ടി അല്ലെങ്കിൽ സർഗാത്മകതയോടുകൂടി ഓരോ വ്യക്തികളും കാര്യങ്ങൾ ചെയ്തപ്പോഴാണ് അവർ ചരിത്രത്തിൽ ഇടം പിടിച്ചത് എന്നുള്ള സത്യം ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്ന സമയത്തും, വർത്തമാന സാഹചര്യങ്ങളെ നിരീക്ഷിക്കുന്ന സമയത്തും, ഭാവിയിലേക്ക് ദാർശനികതയോടുകൂടി നോക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഫൈനലി യു ആർ ഹീലിംഗ് യുവർ സെൽഫ്, ആൻഡ് നിങ്ങൾ തന്നെ സ്വയം സൗഖ്യപ്പെടുകയും ഉന്നതമായിട്ടുള്ള ഈ ഊർജം ഉപയോഗിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സൗഖ്യം കൊടുക്കാൻ പാകത്തിന് നിങ്ങൾ വളരുകയും ചെയ്യുകയാണ്. അപ്പൊ ഓരോ ഡാർക്ക് നൈറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും പ്രകാശത്തിൻ്റെതായിട്ടുള്ള ഒരു ഇറയുണ്ടെന്നുള്ളതും, ഓരോ കലിയുഗം കഴിയുന്ന സമയത്തും ഓരോ സുവർണയുഗം ഉണ്ടെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുകയാണ്. കാലത്തിന്റെ ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാറ്റം മാത്രം യഥാർത്ഥത്തിലുള്ള സത്യമായിട്ട് മാറുന്ന അവസ്ഥയിൽ മാറ്റമാണ് സ്ഥിരമായിട്ടുള്ള അവസ്ഥ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് ദൈവികമായിട്ടുള്ള ശക്തിക്ക് പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ ഒന്നുമില്ല. ഇതെല്ലാം ഒന്നാകുന്ന അവസ്ഥയാണ് എന്നുള്ളതും, ആ ശക്തിയെ സാധാരണ മനുഷ്യബുദ്ധി കൊണ്ട് വിവേചിക്കാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതും, സയൻസും മനുഷ്യന്റെ ഭൗതികമായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ഇന്റലിജൻസിന്റെ സ്കോപ്പിന് അപ്പുറത്താണ് എന്നുള്ളതും, അൺലിമിറ്റഡ് ആയിട്ടുള്ള ബീയിങ്സ് നമ്മുടെ ഉള്ളിൽ തന്നെയാണുള്ളത് എന്നുള്ളതും, നമ്മുടെ വളർച്ച, സന്തോഷം, സമാധാനം, സൗഖ്യം ഇതൊക്കെ പുറത്ത് മറ്റുള്ള ആളുകളിൽ നിന്ന് തേടുന്നതിന് പകരമായിട്ട് ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കി സ്വന്തം ഊർജം കണ്ടെത്തിക്കൊണ്ട് ഇന്നർ എഞ്ചിനീയറിംഗ് നടത്തിക്കൊണ്ട് നമ്മുടെ എനർജിയെ റൈസ് ചെയ്ത് അല്ലെങ്കിൽ അവൈക്കൻ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന സമയത്താണ് ഫുള്ളസ്റ്റ് പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ഹ്യൂമൻ ബീയിങ്ങിന്റെ സ്റ്റേജിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതും, നമ്മൾ നമ്മുടെ ഹയർ സെൽഫിനെ എക്സ്പ്രസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണക്ട് ആകുന്നതും, നമ്മൾ അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് പറയുന്നതും. ഇനി നമ്മൾ കൂടുതൽ കാര്യങ്ങൾ വീണ്ടും വിശദീകരിക്കുവാനായിട്ടുണ്ട്. നമുക്ക് മറ്റു വീഡിയോകളിൽ കാണാം. നമസ്തേ.